शामिल होंगे। सोने की बढ़ती कीमत का असर छोटे कारोबारियों पर ज्यादा होता नजर आ रहा है, क्योंकि इससे उनकी बिक्री कम हो जाती है और मुनाफा घट जाता है। छोटे व्यापारी ज्यादा महंगे आभूषण नहीं बेच पाते हैं, जिससे उनकी आय पर बुरा असर पड़ रहा है। रिपोर्ट देखिए। सोने की कीमत अब तक के सबसे ऊंचे स्तर पर पहुंच गई है। इस सप्ताह 99.9% शुद्ध या 24 कैरेट सोने की कीमत 98,500 रुपए प्रति 10 ग्राम, जबकि 99.5% शुद्ध या 22 कैरेट सोने की कीमत करीब 90,000 रुपए प्रति 10 ग्राम हो गई है। सोने की कीमत में अभूतपूर्व बढ़ोतरी से मध्यम और छोटे गहना व्यापारी परेशान है। कई लोगों ने 20% से ज्यादा नुकसान होने का दावा किया है। ചെറിയ ജ്വല്ലേഴ്സ് മീഡിയം ജ്വല്ലേഴ്സിന് ചെറിയ ജ്വല്ലേഴ്സിനായിരിക്കും ബാധിക്കുന്നത്. അവരുടെ ബിസിനസ്സാണ് ഏറ്റവും കൂടെ പോകുന്നത്. ഇപ്പം കാലക്രമേണ ഇപ്പം മാളൊക്കെ വന്നു. ഇപ്പം എല്ലാം ആര് കൊച്ചു കൊച്ചു കടകളിൽ പോകണില്ല, എല്ലാം മാളിൽ പോകുന്നു. കാരണം വെച്ചാൽ അവിടെ പാർക്കിംഗ് സൗകര്യവും മറ്റ് കാര്യങ്ങളും ഒരു സ്ഥലത്ത് പോയാൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും. ഒരു 100 കടകൾ കയറാം. ആ ഒരു സൗകര്യം നോക്കുന്ന പോലെ തന്നെ ഇപ്പം വലിയ കടകളിലാണ് ആൾക്കാർ ഇപ്പം പോകുന്നത്. പൈസ ഒന്നും നോക്കുന്നില്ല. അവിടെ പൈസ കൂടിയാലും ശരി, ഇപ്പം ആൾക്കാർക്ക് പൈസയുടെ അല്ല പ്രശ്നം, അവർക്ക് ആ കിട്ടുന്ന വിചാരിക്കുന്ന സാധനം കിട്ടുന്നുണ്ടോ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ലിമിറ്റഡ് ആയിട്ടൊരു സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ഒരു കൊച്ചു കടക്കാരനോ മീഡിയം കടക്കാരനോ അവർക്ക് ബിസിനസ് നേരത്തെ കാണുന്നതിനേക്കാളും പകുതിയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. वैश्विक अनिश्चितता के चलते सोने की कीमतें बढ़ती जा रही है। अमेरिका, चीन व्यापारिक कशमकश से सप्लाई चेन में रुकावट आ रही है और महंगाई और मंदी की आशंका बढ़ रही है। इन जोखिमों की वजह से सोने को भरोसेमंद निवेश के रूप में देखा जा रहा है। हालांकि कीमत में बढ़ोतरी ने छोटे खरीदारों की परेशानी पर बल ला दिया है। വിലയെന്ന് പറയുമ്പോൾ ഇപ്പം വില ജാസ്തിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം അന്ന് വാങ്ങിക്കുന്ന പവ ഇന്ന് വാങ്ങിക്കാൻ പറ്റൂല നമുക്ക് അപ്പോഴൊക്കെ. അതുകൊണ്ട് മാക്സിമം നമുക്ക് കുറച്ച് ഇടണമെന്നുള്ളതാണ്. അത്രയും അന്നത്തെ റേറ്റിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാറ്റി ഇടാൻ പറ്റുമായിരുന്നു. ഇപ്പം അതും പോവില്ല. അതിന് പോലെ അവർക്ക് മക്കൾക്ക് പിള്ളേർക്ക് പൈസ എന്തെങ്കിലും കൊടുത്താൽ അക്കൗണ്ടിൽ ഇട്ട് അവർക്ക് വില കൂടുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു 2 ആഴ്ചയായിട്ട് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറയും നോക്കിയിരുന്നിട്ട് ഒരു അനക്കവും ഇല്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും വാങ്ങാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. അല്ല കല്യാണത്തിൻ്റെ അല്ല അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനല്ല, ഞങ്ങളുടെ നോർമൽ യൂസിന് വേണ്ടിയിട്ട് ഡെയിലി യൂസിന് വേണ്ടി വാങ്ങാൻ വേണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി എന്നതാണ്. അതാ റേറ്റ് പക്ഷേ കൂടുന്ന കാരണം ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി. ഗോൾഡ് ജ്വല്ലേഴ്സ് കാണുന്നത് ഇത് പോസിറ്റീവായിട്ടും കാണാം, നെഗറ്റീവായിട്ടും കാണാം. പോസിറ്റീവായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂസ് കൂടുന്നു, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് കുറയുന്നു. ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് പൈസ ഉണ്ട്, 1 ലക്ഷം രൂപ കയ്യിലുണ്ട്, ചുറ്റിപ്പിടിച്ച പൈസ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനെ വെച്ച് കുറച്ച് ഗോൾഡ് വാങ്ങിക്കാം എന്നുള്ളതായിരിക്കും അവരുടെ താല്പര്യം. അപ്പോൾ അത് നേരത്തെ ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 2 പവൻ വാങ്ങിക്കുമെങ്കിൽ നമുക്കിപ്പോൾ 1.5 പവനെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ കസ്റ്റമറിൻ്റെ പർച്ചേസിങ് പവർ കുറയുക. അപ്പോൾ വില കൂടുന്നതുകൊണ്ട് നമുക്ക് ഉള്ള കച്ചവടം കുറയുകയാണ്. छोटे और पारंपरिक स्वर्णकारों की हालत और खराब है। अयप्पन जैसे कई गहने बनाने वाले पहले से बड़े आभूषण स्टोरों की बढ़ती संख्या की मार झेल रहे थे। उनके लिए मूल्य बढ़ोतरी दोहरी मार है। പണികളൊക്കെ ഇപ്പൊ കുറവാണ്. വില കൂടിയാലും പിന്നെ ഇപ്പൊ റെഡിമെയ്ഡ് പറഞ്ഞാൽ വലിയ കടകളൊക്കെ ആയതുകൊണ്ടായിരിക്കും പണികൾ കുറവ്. ഇപ്പോൾ നമ്മളെ ആൾക്കാർ പണിയൊക്കെ അത് തീരെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് വേറെ പണിക്കാണ് പോകുന്നത്. കുറച്ച് പേര് മാത്രമേ ഇതിലുള്ളൂ, വേറെ പോകാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. सोने के व्यापारियों का मानना है कि कीमतें अभी और बढ़ेंगी, लिहाजा ये समय सोने में निवेश करने का अच्छा मौका है। लेकिन छोटे और मध्यम वर्ग के लिए खरीदारी कितनी मुमकिन है, ये ऐसा सवाल है जिसका जवाब मिलना लगभग नामुमकिन है। रविवार को जम्मू कश्मीर के